അതിനെ വളഞ്ഞു പോട്ടെ. ആദ്യം വൈദ്യ പരിശോധന, പിന്നെ പോലീസ് സ്റ്റേഷൻ, ഇന്ന് അത്താഴോ ഉറക്കോ അവിടെ, രാവിലെ കോടതി, പിന്നെ കോടതി തീരുമാനിച്ചോളും. ചെയ്ത തെറ്റ് അനാശാസ്യം മനസ്സിലായോ? സാറേ, ഇത് മെഡിക്കൽ എടുത്ത ചീറ്റി പോകുന്ന കേസാ. കണ്ടിട്ട് കലാപരിപാടിയൊന്നും നടന്ന ലക്ഷണമില്ല. മണ്ടൻ എടോ, മെഡിക്കൽ എടുക്കുമ്പോ ഇവരുടെ ബാഗിനകത്ത് 1000 രൂപ വെച്ചേക്കണം. പിന്നെ മറ്റേ സുരക്ഷാ കവചം വാങ്ങിച്ച് കവറ് പൊട്ടിച്ച് ഒരെണ്ണം കളഞ്ഞിട്ട് ബാക്കി അതിനകത്ത് വെച്ചേക്കണം. സംഗതി ലോക്കാടോ, വിത്ത് എവിഡൻസ്. പ്രതിഫലത്തോടെയുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ്, മനസ്സിലായോ? ആ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടേ കുന്തം പിഴുങ്ങിയ പോലെ അവന്റെ ഒരു ഇരിപ്പ് കണ്ടില്ലേ? ആടുകോപൻ. എത്രയാടി നിന്റെ റേറ്റ്? കൈനഗരി ജയശ്രീ. നോക്കി നിൽക്കാതെ ചാടി പിടിക്കണോ? കാശ് പഠിച്ച സാറല്ലേ, സാറ് ചാടിയാ മതി. രണ്ടും എടുത്ത് വെള്ളത്തിൽ ചാടിയിടോ. എവിടെ? കന്നിട്ട കായലില്. ആണോ? ശരിക്കും? ആ, ഇനിയിപ്പോ തപ്പിയുടെ സമയം കളയണ്ട, വിട്ടോ. എടോ, കന്നിട്ട് മുങ്ങിയ പിന്നെ രാവിലെ പുന്നമടയിലെ പൊങ്ങൂ. ആ, ഇയാൾ രണ്ടടിച്ച് പോയി കിടന്ന് ഇറങ്ങാൻ നോക്ക്. വോട്ട് ആലപ്പുഴ കിട്ടോ. ഇനിയിപ്പോ അടക്കോ അടിയന്തരം ഒക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. ചക്കക്കൂട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ശവം ചുമക്കാൻ ആള് വേണ്ടടാ. ഒന്ന് പിടിച്ചോടൂ. എനിക്കറിയില്ല. എന്താടാ അല്ല അടി ആസ്വദിക്കണ കണ്ട് ചോദിച്ചാ വലിച്ചൂരടാവന്റെ അടുത്തേക്കായി എമ്മാടത്തരം കാണിക്കണം, അടിച്ചോടിക്കണം. ഞങ്ങളോട് കളിക്കണോ? ഇരിക്കട്ടെ, എടുത്തോ. എസ്ഐയുടെ ഫോണാ, എനിക്കിഷ്ടല്ല. എന്തു വില ഉണ്ട് ഇനി? 50,000 രൂപ. അതെ, നോക്കിട്ട് ഇങ്ങോട്ട് തന്നെ. പുതിയതാ, മേടിച്ചിട്ട് അതെയാ. ഇനി എന്നെ തല്ലരുത്. നേവിയും ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചോ? അതിനു മുമ്പ് ഇവര് അടി തുടങ്ങിയില്ലേ? പെണ്ണ് കേസിൽ കുര്യച്ചനെ പിടിച്ച SI സ്ഥലം മാറ്റി കൊല്ലത്തൂന്ന് സാറിനെ ഇങ്ങോട്ട് കെട്ടിയടിപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ സാറും കുര്യച്ചനും ചേർന്ന് എന്തെങ്കിലും കളി ഒപ്പിക്കൂന്ന്. അതെ, ഗോപൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ എന്റെ കൂടപ്പുറപ്പാ. ഇവനും മാത്രല്ല, എനിക്കും ഈ നാട്ടുകാർക്ക് മുഴുവനും. അതെ, ഞങ്ങളെല്ലാം കൂടെ കയറി അങ്ങ് നിരത്തും. താറാവിന്റെ കൂടെ പറിക്കുന്ന പോലെ ഞങ്ങള് സാറിനെ പറിക്കും. ഞാനും പറിക്കും. മിസ്റ്റർ SI, ഞാൻ അഡ്വക്കേറ്റ് അശോകൻ കുപ്പപ്പുറം. ഓർമ്മയുണ്ടോ സാറിന് ഈ ഫോൺ? അയ്യോ, ഇത് എന്റെ ഫോണല്ലേ? സാറിന്റെ കുടുംബം കലക്കാനും പണി കളയാനുമുള്ള വെടിമരുന്ന് ഈ ഫോണിലുണ്ട്. ഓകൃത്തരം പറയുന്നോടെ എന്റെ ഫോണിൽ. ഈ ഫോണിലേക്ക് കുര്യച്ചന്റെ 18 മിസ്ഡ് കോളുകൾ, അങ്ങോട്ട് വിളിച്ച കോളുകൾ, ഇങ്ങോട്ട് വന്ന കോളുകൾ, പിന്നെ കണ്ടവന്റെ ഭാര്യമാരുടെ മൊബൈലിലേക്ക് സാർ അയച്ച പ്രണയ മെസ്സേജുകൾ, കോളുകൾ. മൊത്തത്തിലൊരു ബ്ലൂ മയം. ഉമ്മ ഉമ്മ കിസ്മി മിസ് യു ഡാ. കവലക്കൽ കുര്യച്ചൻ 10,000 രൂപ കൈക്കൂലി തന്ന കാര്യവും ഈ മൊബൈലിലുണ്ട്. എന്റെ കയ്യെന്ന് വിട്, ഞാൻ പൈസ എടുത്തു തരാം. ഇനി എന്റെ ഫോണിങ് താ. തൊണ്ടി പ്രതിക്ക് കൈമാറുന്ന ശീലം കോടതിക്കില്ല. വാടാ, ആ ഫോണിങ് തന്നേച്ചു പോടാ. ആ പോടോ, ഇങ്ങോട്ട് തരാൻ. അയ്യോ എന്റെ ഫോൺ, അത് ഫോണിങ് താടാ. അതെ, ഒന്ന് നിന്നേ.
കിട്ടിയ കാശും കൊണ്ട് കള്ളു കുടിക്കാൻ പോവാണല്ലേ? ഗോപനം പെണ്ണിനെ നോക്കണ്ടേ? വള്ളോട് മാമച്ച ഇവര് വന്നില്ല, വേണ്ട നമുക്ക് പോയി നോക്കാം. ഈ വട്ടക്കായൽ മുങ്ങിപ്പോരെ പൊക്കിയെടുക്കുന്നവനാ ഞങ്ങളുടെ ഗോപൻ. പിന്നെ അവള് കുട്ടനാടിന്റെ പെണ്ണ. താറാവിന് ആരെങ്കിലും നീന്തൽ പഠിപ്പിക്കണോ മാമച്ച? അവര് ജീവിതം നീന്തി തുടങ്ങിയെന്നങ്ങ് വിചാരിച്ചാ മതി. ഓക്കെല്ലേ? വാ. ചെഞ്ചുണ്ടിൽ ചെഞ്ചുണ്ടിൽ കൂട്ടിമുട്ടിയ കണ്ണ് ചൊല്ലണ കൂട്ട് നിന്റെ ചൂട് പണ്ട് തൊട്ടിണ ചുണ്ട് തേടണ വണ്ടറിഞ്ഞ സ്വാദ് കൂട്ടിമുട്ടിയ കണ്ണ് ചൊല്ലണ കൂട്ട് നിന്റെ ചൂട് പണ്ട് തൊട്ടിണ ചുണ്ട് തേടണ വണ്ടറിഞ്ഞ സ്വാദ് കുളിരിന്റെ ജ്വാലയിൽ കുതിരുന്ന രാവിതിൽ കരളിന്റെ തോണിയിൽ പിടയുന്നു മീനുകൾ അത് പൊള്ളിയുന്നു മതി വന്നുവെന്നോ ഇണപോലെ തമ്മിൽ പങ്കിടണ്ടേ ഈരൻ മാറാതെ കൂട്ടിമുട്ടിയ കണ്ണു ചൊല്ലണ കൂട്ട് നിന്റെ ചൂട് പണ്ട് തൊട്ടിണ ചുണ്ട് തേടണ വണ്ടറിഞ്ഞ സ്വാദ് ചൊല്ല
ചേലിൽ താലിപ്പൂമീനോ എന്നും സമ്മാനം കൂട്ടിമുട്ടിയ കണ്ണ് ചൊല്ലണ കൂട്ട് നിന്റെ ചൂട് പണ്ട് തൊട്ടിണ ചുണ്ട് തേടണു വണ്ടറിഞ്ഞ സ്വാദ് വേകുന്ന മാറിൽ മഞ്ഞിൻ മുത്തം നീ തന്നില്ലേ ഇന്നെന്റെ പൊക്കേ പോരിൽ നീയോ തേനായില്ലേ വേകുന്ന മാറിൽ മഞ്ഞിൻ മുത്തം നീ തന്നില്ലേ ഇന്നെന്റെ പൊക്കേ പോരിൽ നീയോ തേനായില്ലേ പ്രേമത്തോപ്പിലോ മഴയായി വന്നു നീ സ്നേഹപ്പാട്ടിലോ പുഴയായി മാറി നീ നനവുള്ളൊരു നെയ്യോ നിന്റെ കടലുള്ളൊരു കയ്യോ നിന്റെ ഒന്നിച്ചെന്നാലോ തോരാത്തെ മാറി കൂട്ടിമുട്ടിയ കണ്ണു ചൊല്ലണ കൂട്ട് നിന്റെ ചൂട് പണ്ട് തൊട്ടിണ ചുണ്ട് തേടണു വണ്ടറിഞ്ഞ സ്വാദ് കുളിരിന്റെ ജ്വാലയിൽ കുതിരുന്ന രാവിതിൽ കരളിന്റെ തോണിയിൽ പിടയുന്നു മീനുകൾ അത് പൊള്ളിയുന്നു മതി വന്നുവെന്നോ ഇണ പോലെ തമ്മിൽ പങ്കിടണ്ടേ ഈരൻ മാറാതെ